ഇവിടെ ഉയർന്നു വന്ന പട്ടിക്കാട് കൗൺസിൽ പറഞ്ഞ് ക്ഷേമ പെൻഷനൊക്കെ LDF-ന്റെ കാലഘട്ടത്താണ് നടപ്പിൽ. ഇത് ആർഷങ്ങളുടെ കാലഘട്ടം മുതലേ നടപ്പിലാക്കിയതാണ്. അത് നമ്മളെ സഹോദരിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി നമ്മൾ നഗരസഭയെ സംബന്ധിച്ചുള്ള പദ്ധതിയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി നടപ്പിലാക്കുന്നതിന് കഴിഞ്ഞ ഒരു മിനിറ്റ് പറഞ്ഞോട്ട് നിങ്ങൾ ആരും പറഞ്ഞിട്ട് 375-400 ടൺ മാലിന്യമാണ് ഒരു ദിവസം നമ്മുടെ കോർപ്പറേഷൻ നമ്മുടെ സിറ്റിയിൽ ജനറേറ്റ് ചെയ്യുന്നത്. അത് പൂർണ്ണമായും സംസ്കരിക്കാനുള്ള മെക്കാനിസം ഇതുവരെയും ആയിട്ടില്ല. അതിനേക്കാൾ കൂടുതൽ കടകംപള്ളി സുരേന്ദ്രനാണ് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത്. എന്തെങ്കിലും വികസനം നടന്നിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി നൽകിയ പണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നടക്കുന്നത്. യാതൊരു സംശയമില്ല. അത് കഴിഞ്ഞിട്ട് മാർഗം ഇതുവരെ നേരത്തെ പറഞ്ഞതുപോലെയാണ് നമ്മളെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഈ കാര്യത്തെക്കുറിച്ച് നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് കൂടിയതാണ്. ചെയർമാൻ ഈ വിഷയം പറയുകയോ ആ കമ്മിറ്റിയിൽ ഈ വിഷയങ്ങളെക്കുറിച്ച് പറയുകയോ ചെയ്തില്ല. അപ്പം ഈ കാര്യത്തെക്കുറിച്ച് നമുക്കൊന്നും അറിഞ്ഞുകൂടാ. എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ചുകൂടി നമുക്കൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ അത് വിശദമായി ചർച്ച ചെയ്ത് ബന്ധപ്പെട്ട നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ബന്ധപ്പെട്ട ആൾക്കാരുമായി സംസാരിച്ച് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാനായിരിക്കും നല്ലത്. അതിനുവേണ്ടി നമ്മൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വിടുക എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത് നമ്മളെ പട്ടിക്കാട് കൗൺസിൽ പറഞ്ഞ് ക്ഷേമ പെൻഷനൊക്കെ LDF-ന്റെ കാലഘട്ടത്താണ് നടപ്പിൽ. ഇത് ആർഷങ്ങളുടെ കാലഘട്ടം മുതലേ നടപ്പിലാക്കിയതാണ്. അത് നമ്മളെ സഹോദരിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. പിന്നെ അതുപോലെ LDF ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവസാനം സ്വർണ്ണം കട്ടതുവരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതിലേക്ക് അപ്പം അതുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ കടകംപള്ളി സുരേന്ദ്രനാണ് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത്. അപ്പൊ പുതിയ കാര്യങ്ങളൊക്കെ അടുത്ത UDF ഗവൺമെന്റ് വരുമ്പോൾ നമ്മൾ നടപ്പിലാക്കും. MR ഗവൺമെന്റ് ഭരണപക്ഷത്തും ജനാധിപത്യത്തിന് പ്രതിപക്ഷം പോലെ ഭരണപക്ഷമുണ്ട്. പോയി കണ്ട് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. നിങ്ങൾ കാര്യം മനസ്സിലാക്കാനുള്ളത് ഈ 1500 കോടി രൂപയുടെ സ്മാർട്ട് സിറ്റി പദ്ധതി ആരും അങ്ങ് പോയി പറഞ്ഞിട്ട് പ്രധാനമന്ത്രി കൊടുത്തതല്ല. തിരുവനന്തപുരം നഗരത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് അത് നല്ല രീതിയിൽ നടപ്പിലാക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ പുതിയ മേയറും ഭരണസമിതിയും വന്നതിന് ശേഷം കാര്യക്ഷമമായി അത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അതിനെ എതിർക്കുന്നത് ശരിയല്ല. ഒന്ന് ഇത് ഇംഗ്ലീഷിലാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് വളരെ വിശദമായി എനിക്ക് തോന്നുന്നു കൗൺസിലർ വളരെ മാതൃകാപരമായിട്ടുള്ള കാര്യമാണ് ഇവിടെ മേയർ ചെയ്തത്. സ്മാർട്ട് സിറ്റിയുടെ ഉദ്യോഗസ്ഥരെ ഇവിടെ കൊണ്ടുവന്ന് അത് വളരെ വിശദമായിട്ട് നമ്മുടെ അംഗങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തു. നേരത്തെ സൂചിപ്പിച്ചു പ്രധാനമന്ത്രി കേരളത്തിലെ ജനങ്ങൾക്ക് ഒന്നാകെ നൽകിയിട്ടുള്ള നിരവധി പദ്ധതികളുണ്ട്. അത് രാഷ്ട്രീയത്തിന്റെ പേരിൽ ഈ കേരളത്തിൽ മാറ്റിവെച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം PM ശ്രീ പദ്ധതി. കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉന്നത നിലവാരത്തിൽ എത്തിക്കുന്നതിനും കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും വേണ്ടി നടപ്പിലാക്കിയ പദ്ധതി കേരളത്തിൽ എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല? പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി നമ്മൾ നഗരസഭയെ സംബന്ധിച്ചുള്ള പദ്ധതിയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി നടപ്പിലാക്കുന്നതിന് കഴിഞ്ഞ ഒരു മിനിറ്റ് പറഞ്ഞോട്ട് നിങ്ങൾ ആരും പറഞ്ഞപ്പോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനൊന്ന് പറഞ്ഞോട്ടെന്ന് അദ്ദേഹം പറഞ്ഞോട്ടെ. നിങ്ങൾ പറയുന്ന സമയത്ത് ഞങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ. അല്ല, എല്ലാവർക്കും മയക്കുന്നല്ലോ. എല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നു. അതുപോലെ തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി തിരുവനന്തപുരം ഈ കോർപ്പറേഷനകത്ത് അട്ടിമറിച്ചതാരാണ്? ഈ കേരളത്തിലെ മുഴുവൻ അല്ലെങ്കിൽ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങൾക്കും 2027 തലചായ്ക്കാൻ ഒരു കൂര നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നൽകിയ പദ്ധതിയാണ്. നടപ്പിലാകുന്നില്ല. കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടെ നടപ്പിലായിട്ടില്ല. എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് പദ്ധതി അത് കേരളത്തിൽ നടപ്പിലാവുന്നില്ല. ഞങ്ങൾ ഒരുപാട് കാര്യം പറയട്ടെ. കേരളത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ പറയുന്നതിന് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. അതിനകത്ത് അതിന് ആക്ഷേപമായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല. ഇവിടെ തിരുവനന്തപുരത്ത് എന്തെങ്കിലും വികസനം നടന്നിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി നൽകിയ പണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നടക്കുന്നത്. യാതൊരു സംശയമില്ല. ഈ കഴക്കൂട്ടം കാരോട് ദേശീയപാത ആരാണ് തന്നത്? ഈ പദ്ധതി നടപ്പിലാക്കിയത്? വിഴിഞ്ഞം പ്രോജക്ട് ആരാണ് നടപ്പിലാക്കുന്നത്? അത് ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്. ഒന്നുമില്ല, അത് നിങ്ങൾ നടപ്പിലാക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ കാണുന്നത് ആനയെ നോക്കുന്നതുകൊണ്ടാണ്. ചില ആൾക്കാർ കാണും ഒരു ആനയെ കണ്ട് തൂണുപോലെ എന്ന് പറയുന്ന അടിസ്ഥാനത്തിലാണ്. അങ്ങനെ നടപ്പിലാക്കിയ പദ്ധതികൾ എത്രയോ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കുന്നില്ല.
അങ്ങ് കൺക്ലൂഡ് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് ഈ പ്രോജക്ട് ഞാനൊരു കാര്യം പറയട്ടെ. സ്മാർട്ട് സിറ്റി പദ്ധതിയെ സംബന്ധിച്ച് വേസ്റ്റ് മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ തിരുവനന്തപുരം നഗരത്തിൽ എന്തൊക്കെ അടിസ്ഥാനമില്ലാത്ത വാർത്തകൾ നിങ്ങൾ പറഞ്ഞാലും ശരി, അത് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ്. ആ ജനങ്ങളുടെ ആവശ്യം അത് നടപ്പിലാക്കിയിരിക്കുക, അതിനകത്ത് യാതൊരു സംശയവുമില്ല. അതെ, ഇനിയിപ്പോ കഴിഞ്ഞല്ലോ. അല്ലല്ല, ഞാൻ ജനറലായിട്ട് ഉയർന്നു വന്നിട്ട് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാം. അല്ലല്ല, ഞാൻ ക്ലാരിഫൈ ചെയ്തോട്ടെ. ഇത്രയും നേരം ഞാൻ ഇത്രയും ചർച്ച ഉയർന്നു വന്നതിൽ മേയറുടെ ഡയസിന്റെ റീഡിങ് പറയണമല്ലോ, പറഞ്ഞോട്ടെ. അല്ല രാജീവ്, പറയാം. അതല്ല ഇവിടെ ഉയർന്നു വന്ന പല കൗൺസിൽ രാഖി രവിമാർ ഒന്നിരിക്കണം. പല കൗൺസിലർമാരും എഴുന്നേറ്റ് പോകുന്നുണ്ട്. അതിനു മുമ്പ് ഉയർന്നു വന്ന ചില ആശങ്കകളെ കുറിച്ചുള്ള റീഡിംഗ് പറയട്ടെ. ഒന്ന്, ബഹുമാനപ്പെട്ട ശ്രീ പുന്നയ്ക്കാമൂർ കൗൺസിലർ ശ്രീ RP ശിവജി പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ പറയട്ടെ, അതായത് ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. അതായത് അദ്ദേഹം പറഞ്ഞു ഗവൺമെന്റുമായിട്ട് ചർച്ചകൾ നടന്നു എന്ന് ചോദിച്ചു. അതായത് ഇതൊരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ്. സ്മാർട്ട് സിറ്റി പ്രശാന്തേ, സ്മാർട്ട് സിറ്റി അല്ല ഞാൻ പറയാം. ഈ നമ്മൾ ബഹളമുണ്ടാക്കി അത് തടസ്സപ്പെടുത്തണ്ട. സ്മാർട്ട് സിറ്റി അങ്ങക്ക് അറിയാത്ത കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് അങ്ങക്ക് അറിയാത്ത കാര്യമാണെന്നാണ് ഞാൻ ധരിക്കുന്നത്. അതായത് സ്മാർട്ട് സിറ്റി ഒരു SPV ആണ്, സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ. സ്മാർട്ട് സിറ്റി എല്ലാ കാര്യങ്ങളും അങ്ങനെ ഓരോ ദിവസവും പോയി ചർച്ച നടത്തേണ്ട ആവശ്യമില്ല. മാത്രമല്ല, സ്മാർട്ട് സിറ്റിയുടെ സെക്രട്ടറി ഗവൺമെന്റുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടൊക്കെ തന്നെയാണ് ഈ പ്രോജക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. വേറൊന്ന്, ഇവിടെ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം മാറ്റുന്നുണ്ടോ എന്നിവിടെ ചോദിച്ചു. ഇവിടെ ഇപ്പോൾ 2010 മുതൽ എടുത്തു കഴിഞ്ഞാൽ പല കാലഘട്ടങ്ങളിലും മാലിന്യ സംസ്കരണത്തിന് വേണ്ടി പല പദ്ധതികളും കൊണ്ടുവന്നിട്ടുണ്ട്. അതിനു മുമ്പ് നോക്കിയാൽ ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി മേയർ ആയിരുന്നപ്പോഴേക്കും ഹൈദരാബാദിൽ പോയി വിജയകരമായി നടത്തിയ ഒരു സിസ്റ്റം കണ്ടു പഠിച്ചിട്ടാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തത്. എല്ലാം നല്ല ഉദ്ദേശത്തിലായിരുന്നു. പക്ഷേ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ പലതും ചിലതൊക്കെ തന്നെ പകുതി വിജയിച്ചു, ചിലതൊക്കെ തന്നെ പരാജയപ്പെട്ടു. ഇവിടെ നിന്ന് നിലവിലുള്ള എല്ലാ സിസ്റ്റവും ഏതൊക്കെ സിസ്റ്റം നിലവിലുണ്ടോ അത് വിജയകരമായി പോകുന്നതിന് സമ്പൂർണ്ണ പിന്തുണ നൽകുവാൻ ഈ നഗരസഭ നൽകി തന്നെ മുന്നോട്ട് പോകും ഈ ഭരണസമിതി. എന്നിട്ടും ചില സ്ഥലങ്ങളിൽ വീണ്ടും നമ്മൾ പാളുന്നുണ്ട്. ഒരു 375-400 ടൺ മാലിന്യമാണ് ഒരു ദിവസം നമ്മുടെ കോർപ്പറേഷൻ നമ്മുടെ സിറ്റിയിൽ ജനറേറ്റ് ചെയ്യുന്നത്. അത് പൂർണ്ണമായും സംസ്കരിക്കാനുള്ള മെക്കാനിസം ഇതുവരെയും ആയിട്ടില്ല. ആ മെക്കാനിസം കംപ്ലീറ്റ് ആകുവാൻ വേണ്ടിയുള്ള മറ്റു മാർഗങ്ങൾ നമുക്ക് തേടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉന്നയിച്ചതിൽ രാഖി രവികുമാറും ഗിരികുമാറും പറഞ്ഞ സ്മാർട്ട് സിറ്റി എന്നുള്ള വാക്കുകൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ 2 അജണ്ടയെ പാസ്സായിട്ടായി പ്രഖ്യാപിച്ചിരിക്കുന്നു. കൗൺസിലും അവസാനിച്ചിരിക്കുന്നു. നമുക്ക് പ്രധാനമന്ത്രി ഇല്ലാത്ത പാർട്ടിയുടെ ആൾ എന്ത് സംസാരിക്കും?